Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസിൽ വരുന്ന എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. സിലബസ് എങ്ങനെയാണ്, എക്സാമിന്റെ ഡേറ്റ് എങ്ങനെയാണ്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ട്. അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി എക്സാമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ കാറ്റഗറി നമ്പർ ആദ്യമേ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 007/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റിന്റെ പേര് ഡയറ്റീഷ്യൻ ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,300 മുതൽ 83,000 വരെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വേക്കൻസീസ് ആണ്. വേക്കൻസീസ് എത്രയാണ്? ആന്റിസിപ്പേറ്റഡ് ആണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷിതമായിട്ടുള്ള ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ക്വാളിഫിക്കേഷൻ ഒന്നല്ലെങ്കിൽ നമുക്ക് ഹോം സയൻസിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ന്യൂട്രീഷനിലോ അല്ലെങ്കിൽ ഡയറ്റിക്സിലോ, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി സയൻസിൽ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സിനകത്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ്, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് 28/1/2025 ജനുവരി മാസം 28 അപ്പൊ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവർ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? 28 എക്സാം എപ്പോഴാണ്? എക്സാം നമുക്ക് 11 ഫെബ്രുവരി മാസം 11 എക്സാം വരുന്നത്. സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ സിലബസിന്റെ ഔട്ട്ലൈനിൽ നമുക്ക് ജസ്റ്റ് ഇത്ര ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ബയോകെമിസ്ട്രി 20 മാർക്കിന്, സുവോളജി 20 മാർക്കിന്, അതിൽ തന്നെ യൂണിറ്റ് 1ഉം 2ഉം ഉണ്ട്. ഹോം സയൻസ് 60 മാർക്കിന്, അതിൽ 5ഓളം യൂണിറ്റുകൾ ഉണ്ട്. സോ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ബയോകെമിസ്ട്രിയാണ്. നമുക്കറിയാവുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻ ഇങ്ങനെയുള്ള എല്ലാ എക്സാമിനും ചോദിക്കാവുന്ന ബയോകെമിസ്ട്രി പോർഷൻസ് ആണ് അതിനകത്തുള്ളത്. ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ഇങ്ങനെയുള്ള ബേസിക് ബയോകെമിസ്ട്രി. സുവോളജിയിലാണെങ്കിലും നമ്മുടെ ഫിസിയോളജി, കൈൻഡ് ഓഫ് അനോട്ടമി, ഫിസിയോളജി ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റം എന്താണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സുവോളജി ടോപ്പിക്സ്. ഹോം സയൻസിൽ നമുക്ക് മൈക്രോബയോളജി പോർഷൻസ് വരുന്നുണ്ട്. അതുപോലെ ഡയറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പോർഷൻസ് ഉണ്ട് യൂണിറ്റ് 2-ല്. അതല്ലാതെ നമുക്ക് ന്യൂട്രീഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 3ാമത്തെ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഫുഡിനെ ബേസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഫുഡുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. 5th യൂണിറ്റിലും നമുക്ക് ഫുഡിന്റെ പ്രൊഡക്ഷൻ, ക്വാളിറ്റി, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അങ്ങനെ ഹോം സയൻസിൽ 5ഓളം യൂണിറ്റുകളും ബേസിക് ആയിട്ടുള്ള ബയോകെമിസ്ട്രിയും സുവോളജിയും ഒക്കെയാണ് ഈ ഒരു സിലബസിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സിലബസുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അറിഞ്ഞു നമ്മുടെ എക്സാം ഡേറ്റ് എപ്പോഴാണ്? ഫെബ്രുവരി മന്തിലാണ്. ഇപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം അതിന് മേലെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ച് എത്ര പേരുണ്ട് എന്നതനുസരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ്, കമന്റ്സ് ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ഡയറ്റീഷ്യൻ ഗ്രേഡ് 2. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല പ്ലാൻസ് അവൈലബിൾ ആണ്. നമ്മൾ എപ്പോഴും ലോഞ്ച് ചെയ്യുന്നത് പോലെ നമ്മൾ സ്റ്റുഡൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് പ്ലാൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. 9995264596 എന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ എൻക്വയറി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ DG2 എന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലോട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ട്സ്, ക്വസ്റ്റ്യൻസ്, MCQ, PDF-കൾ, ക്വിസുകൾ, സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോഴ്സിന് എൻക്വയറിക്ക് വേണ്ടി വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി സപ്പോർട്ടോ ഗൈഡൻസോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ചറിയാം.
അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ 2 സ്റ്റുഡൻസ് അപ്പോയിന്റ് ആയിട്ടുണ്ട്. അതിലൊരാളാണ് അക്ഷയ ഷാജി, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത ജൂനിയർ ലാബ് അസിസ്റ്റന്റിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി, അഡ്വൈസ് കിട്ടി നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്ത സ്റ്റുഡന്റ് ആണ് അക്ഷയ. ഒരുപാടധികം സന്തോഷം ഉണ്ട് നിങ്ങളുടെ അച്ചീവ്മെന്റ് നമുക്ക് കാണുമ്പോൾ. ഒരുപാട് വലിയ കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഉയരങ്ങൾ എത്താനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഹിമ സി വി, വലിയ സന്തോഷമുണ്ട് വന്ന് നിങ്ങളുടെ സന്തോഷം അറിയിച്ചതിൽ. കൺഗ്രാറ്റുലേഷൻസ് ആശംസിക്കുകയാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആയിട്ടാണ് അപ്പോയിന്റഡ് ആയിരിക്കുന്നത്. 2 പേർക്കും വലിയ കൺഗ്രാറ്റുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും ഉയരങ്ങൾ എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും നിങ്ങൾക്കും ഇവരൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, തുടർന്ന് പഠിക്കാനും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടാനും നിങ്ങൾക്കും സാധിക്കട്ടെ, അവർ അഡ്വൈസ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ കുറച്ച് നാളായിട്ടാണെങ്കിലും നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒന്ന് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ക്വയറീസോ അല്ലെങ്കിൽ ഡൗട്ട്സോ അല്ലെങ്കിൽ റിക്വസ്റ്റോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിജയങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണാം. താങ്ക് യു.